ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ചേരുംപടി ചേർക്കുക. ശരിയായ ജോഡികൾ: ഒന്നാം ലോക യുദ്ധം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ഒന്നാം ലോകമഹായുദ്ധം തമ്മിലായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിൽ. രണ്ടാം ലോകമഹായുദ്ധം അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിൽ. രണ്ടാം ലോക യുദ്ധം അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിൽ. ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ, ഹിറ്റ്ലറുടെ സൈനികരാണ് തവിട്ടുകുപ്പായക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. ബെനിറ്റോ മുസോളിനിയുടെ സൈനികരാണ് കരിങ്കുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനിയുടെ സൈനികരാണ് കരിങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും: മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. കേസരി മറാത്ത, ബാലഗംഗാധര തിലകൻ. കേസരി മറാത്ത, ബാലഗംഗാധര തിലകൻ. കോമൺവെൽ, മിസിസ് ആനി ബസന്റ്. കോമൺവെൽ, മിസിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? നിർമ്മല സീതാരാമൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണകാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണകാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന: ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതകാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: നദികളുടെ ഉത്ഭവ പ്രദേശം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുകളിൽ ശരിയായ പ്രസ്താവനകളാണ്: നദികളുടെ ഉത്ഭവ പ്രദേശം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ: ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ് ഈ പ്രദേശം. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ് ഈ പ്രദേശം. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം
ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 എന്നാണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം സ്വകാര്യവൽക്കരണം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ മുഖ്യ വിളകളാണ് നെല്ല്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. നെല്ലൊരു ഖാരിഫ് വിളയാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപ്പന്നത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇവ മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റു. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത്? രാഷ്ട്രതലവൻ്റെ പേര്. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതാണ് രാഷ്ട്രതലവൻ്റെ പേര്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 40. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ലോർഡ് റിപ്പൺ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മൂന്നാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? പാർലമെൻ്ററി കാര്യ കമ്മിറ്റി. മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റിയാണ് പാർലമെൻ്ററി കാര്യസമിതി. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷത്തേക്കാണ് കമ്മീഷൻ്റെ കാലാവധി. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. കൃഷിയും പോലീസും സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്നതാണ്. ജയിലും തദ്ദേശ ഗവൺമെൻറ്റും സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്നതാണ്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് കേരള ബാലാവകാശ കമ്മീഷൻ അനുശാസിക്കുന്നു. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജമാദാർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജമാദാർ ആണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളത്താണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളായ രോഗങ്ങൾ. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം. ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവ. ശരിയായ ജോഡി. ഫൈലേറിയൻ വിര മന്ദരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫൈലേറിയൻ വിര മന്ദരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? മേഘാലയ. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭം. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ശരിയായ ജോഡികൾ. സൂക്രോസ്, കരിമ്പ്. സൂക്രോസ് എന്ന പോഷകം കിട്ടുന്നത് കരിമ്പിൽ നിന്നാണ്. മാംസ്യം കിട്ടുന്നത് പയറുവർഗ്ഗങ്ങളിൽ നിന്നാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീല. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീല. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നു. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ.
നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ചൈന. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH 0 മുതൽ 7 വരെ. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി കാണിക്കുന്നത്? pH 0 മുതൽ 7 വരെ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെങ്കി വിറ്റ്സൺ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഗുരു ഗോപിനാഥ്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആര്? PT ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? V സുനിൽകുമാർ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? V സുനിൽകുമാർ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ. റാം വോളറ്റൈൽ മെമ്മറി. റാം വോളറ്റൈൽ മെമ്മറി. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. MICR ഇൻപുട്ട് ഡിവൈസ്. MICR ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഐരാവത്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഇക്യൂബ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഇക്യൂബ്. ചേരുംപടി ചേർക്കുക. ശരിയായ ജോഡികൾ. ക്രാക്കിംഗ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിൽ വിവരങ്ങൾ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. ക്രാക്കിംഗ് എന്നാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിൽ വിവരങ്ങൾ നശിപ്പിക്കുന്നതാണ് ക്രാക്കിംഗ്. ഫിഷിംഗ് എന്നാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗേനയിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക എന്നതാണ്. ഫിഷിംഗ് എന്നാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്കോട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നത്. സൈബർ സ്കോട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നത്. സൈബർ ടെററിസം ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. സൈബർ ടെററിസം ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നവയാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം.
ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന് അവകാശങ്ങളാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിയും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനെയാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർ. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനെയാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർക്ക്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നതിൽ ഏതാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തെല്ലാം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരം. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. മാത്സ് ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. കറക്റ്റ് സെന്റൻസ്. The bouquet of flowers smells good. The bouquets of flowers smells good. The Europeans conquered many parts of the world before First World War. The Europeans conquered many parts of the world before First World War. None of the boys have finished the homework. Have they? None of the boys have finished the homework. Have they? If it rains tomorrow, we will stay at home. If it rains tomorrow, we will stay at home. Alex said, I have finished my task. Choose the correct conversation into indirect speech. Alex said that he had finished his task. Alex said that he had finished his task. Which of the following words is the closest in meaning to delinquent, criminal? Select the antonym of derelict. Attentive. The teacher asked the students to look over their assignment before submitting it.
എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റെഡ്, ഇല്ലെജിബിൾ. ദ ഐഡിയം ഓൺ ക്ലൗഡ് നയൻ മീൻസ് ഓൺ ക്ലൗഡ് നയൻ മീൻസ് എക്സ്ട്രീംലി ഹാപ്പി ഓർ ഇലൈറ്റഡ്. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ: പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാർത്ഥം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടായിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനത്തിന് വിപരീതം പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദമാണ് ഭൂമി. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഭൂമി. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. തന്നിരിക്കുന്ന ഒരു ശരിയായ വാക്യം: ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ശരിയായ സ്ത്രീലിംഗ ശബ്ദം: രക്ഷകൻ, രക്ഷിക. രക്ഷകൻ, രക്ഷിക. കാന്തൻ, കാന്ത. കാന്തൻ, കാന്ത. ഒറ്റപ്പദം: പ്രേക്ഷകൻ, കാണുന്നയാൾ. പ്രേക്ഷകൻ, കാണുന്നയാൾ. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം. ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്.